ഹായ് ഹലോ യെസ് നോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മനസ്സിലൊരു കാര്യം വിചാരിക്കുക, ആ കാര്യം നിങ്ങൾക്ക് ഉടനെ നടന്ന് കിട്ടുമോ എന്ന് നോക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഉടൻ തന്നെ നടക്കുമോ? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് പ്രാർത്ഥനയോടുകൂടി എടുക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം 1-2 പ്രാവശ്യം നിങ്ങൾ ശബ്ദത്തിൽ പറഞ്ഞിട്ട് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഉള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഓക്കെയാണ്. പക്ഷേ റിലേഷൻ സംബന്ധമായിട്ടാണ് നിങ്ങളിത് ഈ കാർഡ്സ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക അവസ്ഥ നല്ല രീതിയിൽ നെഗറ്റിവിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മാനസിക അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ 100-110% ഓക്കെയാണ്. എന്നാൽ നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ താൽക്കാലികമായിട്ട് ഇപ്പോൾ നോ എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് 100-110% ഓക്കെയാണ്. ഓക്കെ, ജോലി, വീട്, സാമ്പത്തികം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ യെസ്. റിലേഷൻ സംബന്ധമായി നോ. ഓക്കെ, താൽക്കാലിക നോ, ടെൻഷൻ അടിക്കണ്ടേ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ എസ് എന്നാണ് കാണുന്നത്. ഓക്കെ, സാമ്പത്തികപരമായി ജോലി സംബന്ധമായിട്ടും 100-110% എസ് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, റിലേഷൻ സംബന്ധമായിട്ടും ഇവിടെ എസ് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ 100-110% റിലേഷനും സാമ്പത്തികവും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും എസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാർഡിൽ റിലേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും യെസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങൾ ഈ ഒരു വിഷമത്തിൽ നിന്നും പുറത്തു വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാകും. കാരണം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ഡിപ്രഷൻ ആൻസൈറ്റിയിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിജയമാണ് വരുന്നത്.